വിശദമായി തന്നെ പോകുമ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് കണ്ണൂരേക്കാണ്. കണ്ണൂർ വളപട്ടണത്ത് നടന്ന ആ വലിയ മോഷണത്തിൽ തുമ്പ് പോലീസ് ഉണ്ടാക്കി. അയൽപക്കത്ത് ഒളിച്ചിരുന്ന കള്ളൻ തന്നെയാണ് ഇതിന് പിന്നിലെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. കണ്ണൂർ വളപട്ടണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിൽ അയൽവാസി പിടിയിൽ. വീട്ടുടമ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. ഫോൺ രേഖകളാണ് പ്രതിയെ കുടുക്കിയത്. മോഷണം നടന്ന ദിവസം പ്രതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇയാളുടെ വീട്ടിലെ കട്ടിലിനടിയിൽ നിന്ന് രഹസ്യ അറയും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 20-നാണ് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ ചർച്ച ചെയ്യപ്പെട്ട മോഷണമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? നിരവധി സുരക്ഷാ സംവിധാനങ്ങളുള്ള വീട്ടിൽ നിന്ന് ഈ മോഷണം എങ്ങനെ നടന്നു എന്ന ചോദ്യമാണ് ആദ്യം തന്നെ നമുക്കുമുണ്ടായിരുന്നത്. എന്തായാലും പോലീസ് തുമ്മുണ്ടാക്കുന്നു. അയൽക്കാരൻ തന്നെയാണ് മോഷ്ടാവെന്ന് കണ്ടെത്തുന്നു. എങ്ങനെയാണ് ഇയാളിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയത്? ടി ജി, ആദ്യം തന്നെ കേരള പോലീസിന് വലിയ അഭിനന്ദനങ്ങൾ. കാരണം അത്രയും വലിയൊരു കവർച്ച, അതായത് കേരളം കണ്ട ഏറ്റവും വലിയ കവർച്ചകളിൽ ഒന്ന്, അതായത് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1 കോടി രൂപയും കവർച്ച ചെയ്ത കേസിൽ 11-ാം ദിവസം കഴിയുമ്പോൾ ആ പ്രതി പിടിയിലാകുന്നു എന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ പ്രതിയെ ഏതെങ്കിലും തരത്തിൽ സംശയിക്കാത്ത രീതിയിലായിരുന്നു തുടക്കത്തിൽ ഈ കവർച്ച നടന്ന ദിവസം പരാതിപ്പെട്ട ദിവസം അവിടെ പോലീസ് അന്വേഷണം നടക്കുമ്പോഴൊക്കെ ഇയാൾ ഈ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അത്രത്തോളം വലിയ ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച, അതിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനൊപ്പം ഈ 300 പവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1,21,00,000 രൂപ, അതാണ് ഇയാൾ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. അത് ഈ വീട്ടിൽ ഇയാളുടെ കട്ടിലിന് അടിയിലായി ഒരു രഹസ്യ അറയുണ്ടാക്കി അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ ഈ കവർച്ച നേരത്തെ ആസൂത്രണം ചെയ്തു എന്ന് തന്നെയാണ്. ഈ വീടുമായി ഇയാൾക്ക് നല്ല ബന്ധമുണ്ട്. അതായത് അഷ്റഫിന്റെ വീടിന്റെ ഒരു വീടിന് മാത്രം അകലെയുള്ള വീട്ടിലാണ് ഇയാൾ താമസം. അവിടെ ഇയാൾ നേരത്തെ പ്രവാസിയായിരുന്നു. ഇയാൾ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്ത് അകത്ത് കടന്ന് അതുപോലെ തന്നെ ലോക്കർ 40 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ലോക്കറിൽ നിന്നും ഇത്രത്തോളം പണവും സ്വർണവും ഇയാൾ അപഹരിക്കുന്നു. അതിനുശേഷം അയാൾ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം, അതായത് തൊട്ടടുത്ത ദിവസം വീണ്ടും ഞെട്ടിച്ചുകൊണ്ട്, പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് അതേ വീട്ടിൽ ഇയാൾ കയറുന്നു. അവിടെ ഏതെങ്കിലും തെളിവുകൾ ബാക്കി ആയിട്ടുണ്ടോ എന്നറിയാനാണ് അങ്ങനെ അത്തരത്തിൽ കയറുന്നത്. എന്നാലും ആ സമയത്തൊന്നും പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല. ഇതിൽ ഏറ്റവും നിർണായകമായത് സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ടെലിഫോൺ, ഇയാളുടെ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ അന്ന് മുതൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഈ പരിസരത്തെ ഒക്കെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അതിനുമൊപ്പം ഇയാൾ ഒരു ടീഷർട്ട് ധരിച്ചായിരുന്നു ഈ കവർച്ച നടത്തിയത്. അതാണ് ഈ CCTVയിൽ ആകെ പോലീസിന് ലഭിച്ചൊരു തുമ്പ്. ആ തുമ്പ് തേടി പോലീസ് പിന്നീട് പിന്തുടരുകയും പിന്നീട് ആ സമീപ പ്രദേശത്തെ മുഴുവൻ CCTV, അതായത് അഷ്റഫിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ CCTV പരിശോധിച്ചതിൽ നിന്നും ടീഷർട്ട് ധരിച്ച ഈ ലിജീഷിനെ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് 3 ദിവസത്തോളം ഇയാളെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ ഇന്നലെ കസ്റ്റഡിയിലെടുക്കുന്നതും കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഇത് കുറ്റം സമ്മതിക്കുകയും ഈ പണം ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുകയും അത് പോലീസ് കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇയാളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസ് പറയുന്നത് 1 വർഷം മുമ്പ് കീച്ചേരിയിൽ ഇതേ സമാനമായ രീതിയിൽ ഒരു കവർച്ച നടന്നിരുന്നു. 11.5 പവൻ സ്വർണം അന്ന് കവർച്ച ചെയ്തിരുന്നു. എന്തായാലും വലിയ തോതിൽ ആളുകളുമായി ഒന്നും ഇടപഴകാത്ത ഒരു ആളാണ് ഈ ലിജീഷ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ നാട്ടുകാരുമായി വലിയ സൗഹൃദം ഒന്നുമില്ല. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഒരു സംശയിക്കുക പോലും ആ നാട്ടുകാർ ഇടവരാത്ത രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റമൊക്കെ. എന്തായാലും ഈ വീട്ടിലെ CCTV ക്യാമറകൾ, ഈ പരിസരം ഒക്കെ അറിയുന്ന ആളാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സഹിതം നമ്മൾ ഒരാഴ്ചയായി ഈ വാർത്തയ്ക്ക് പിന്നിൽ തന്നെയായിരുന്നു. ഒരു പക്ഷേ അന്വേഷണം വലിയ തോതിൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ തുടക്കത്തിലുണ്ടായിരുന്നു. അത്രത്തോളം ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച, CCTV ക്യാമറകൾ ഉണ്ടായിട്ടും അത്രയും ധൈര്യമായി അവിടെ ഇത്തരത്തിൽ കവർച്ച നടത്തുന്നു. അത്രത്തോളം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഇയാളുടെ ഇടപെടലൊക്കെ. പക്ഷേ പോലീസ് അത് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു. 11-ാം ദിവസം കഴിയുമ്പോഴേക്കും പ്രതി പിടിയിലാകുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ അസിസ്റ്റന്റ് ACPയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും. ഏതായാലും ഇയാളെ കുറിച്ച് കൃത്യമായി പറയുന്നത് പോലീസ് ഈ കവർച്ച നടക്കുന്ന സമയത്ത് പോലും ഈ പരിസരത്ത് ഇയാൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇതിൽ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയും നിർണായകമായി എന്ന് പറയേണ്ടി വരും.
റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് ഡോഗ് ഈ പോലീസ് നായ മണം പിടിച്ചു പോയത്. ആ പരിസരത്ത് ആ പോകുന്ന വഴിക്കാണ് ഇയാളുടെ വീടും. ഒരു പക്ഷേ കവർച്ച നടത്തിയതിനു ശേഷം അന്വേഷണം വഴിതെറ്റിക്കാൻ ഇയാൾ മനഃപൂർവ്വം ഈ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കും ഇയാൾ വീട്ടിലെത്തിയത്. ഇയാൾ മറ്റെവിടെയും പോവാതെ വീട്ടിൽ തന്നെ ഈ കവർച്ച നടന്നതിന് ശേഷം ഉണ്ടായി എന്നതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏതെങ്കിലും തരത്തിൽ പിടികൂടാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരുന്നു ഈ കവർച്ച എന്ന് പറയേണ്ടി വരും. അവിടെയാണ് പോലീസ് അത്തരത്തിൽ വളരെ വിദഗ്ധമായി ഇയാളെ പിടികൂടുന്നത്. ഏതായാലും വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ലഡു വിതരണം ചെയ്തൊക്കെ ഇതിന്റെ സന്തോഷം പങ്കിടുകയാണ്. പോലീസുകാർക്ക് അത്രത്തോളം തലവേദന ഉണ്ടാക്കിയ ഒരു കേസാണ്. ഓരോ ദിവസം കഴിയുന്നവരും വലിയ പ്രതിഷേധവും വിമർശനവും പോലീസിനെതിരെ ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ലിജീഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പോലീസ് വ്യക്തമാക്കും. ഏതായാലും 19-ാം തീയതിയാണ് ഈ കുടുംബം ഇത്തരത്തിൽ ഇവിടെ നിന്നും വീട് പൂട്ടി മധുരയിലെ ഒരു വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാനായി പോയത്. അത് കൃത്യമായി ഇയാൾ മനസ്സിലാക്കുന്നു എന്ന് വേണം പറയാൻ. 20-ാം തീയതി ഇയാൾ ഈ വീട്ടിൽ കയറുന്നു. രാത്രിയോടുകൂടി ഈ കവർച്ച നടത്തുമെന്നാണ് CCTV ക്യാമറകളിൽ നിന്നും പോലീസിന് മനസ്സിലായത്. 40 മിനിറ്റ് നേരം മാത്രം കൊണ്ട് ഈ കവർച്ച നടത്തുന്നു, പ്രതി രക്ഷപ്പെടുന്നു. അത്തരത്തിലൊരു കവർച്ചയായിരുന്നു നടന്നത്. ഏതായാലും കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടുകൂടി ഈ കുടുംബം തിരിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കവർച്ച നടന്ന വിവരം അറിയുന്നതും. തിങ്കളാഴ്ചയാണ് പരാതി നൽകുന്നതും. ഈ പരാതി നൽകി വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലുണ്ടായ ഒരു ദിവസമാണ്. വിവിധ പരിപാടികളിലായി കണ്ണൂരിലെത്തിയ ദിവസമായിരുന്നു ഈ കവർച്ച വിവരം തന്നെ പുറത്തു വരുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിരുന്നു പ്രതിയെ ഉടനെ പിടികൂടണമെന്നത്. അത്രത്തോളം വലിയൊരു സമീപകാലത്തൊന്നും കണ്ണൂരിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു കവർച്ച ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 25-അംഗ പോലീസ് സംഘത്തെ രൂപീകരിച്ച് വലിയ തോതിൽ നടത്തിയ ഒരു അന്വേഷണം അതിനൊടുവിൽ ഫലം കണ്ടിരിക്കുന്നു. പ്രതിയെ പിടികൂടാനായിരിക്കുന്നു. ഇനി ഇയാൾക്ക് മറ്റാരെങ്കിലും ഇതിൽ സഹായം ചെയ്തിട്ടുണ്ടോ, ഇയാൾക്ക് കൂട്ടുകായി വേറെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് വിവരങ്ങൾ ഇയാളുടെ മൊഴി ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു പക്ഷേ വിശദീകരണം ഉണ്ടാവും. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ തനിച്ചാണ് ഈ കവർച്ച നടത്തിയതെന്നാണ്. ആദ്യം പോലീസ് വ്യക്തമാക്കിയത് 3 പേരുണ്ട് ഈ കവർച്ചക്ക് എന്നാണ്. പിന്നീട് അത് 2 എന്നും ഏറ്റവും ഒടുവിലായി ഒരാൾ മാത്രമാണ് ഈ കവർച്ച നടത്തിയെന്നും പോലീസ് സ്ഥിരീകരണത്തിലേക്ക് എത്തുകയായിരുന്നു. ഏതായാലും ആ നിഗമനം ശരിയായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വിരലടയാള വിദഗ്ധർ നടത്തിയ ആ ഒരു പരിശോധനയാണ്. അതും ഈ കേസിൽ നിർണായകമായി 16 വിരലടയാളമാണ് ഈ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. അതിനൊപ്പം സമീപവാസികളുടേതായി 26 വിരലടയാളം കൂടി പോലീസ് ശേഖരിച്ചിരുന്നു. ആ വിരലടയാളത്തിൽ നിന്നും ഈ സാമ്യമായതാണ് ഇയാളെ ഈ പിടികൂടാൻ ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് പെട്ടെന്ന് കഴിഞ്ഞത്. ഏതായാലും 3 ദിവസം ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോഴും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെയായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ പെട്ടെന്ന് ഇയാളിലേക്ക് എത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ടീഷർട്ട് ധരിച്ചാണ് ഈ കവർച്ചയ്ക്ക് എത്തിയത്. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ മുഖം ഏതെങ്കിലും തരത്തിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ദൃശ്യങ്ങളിൽ നിന്നൊന്നും ഇയാളുടെ മുഖം വ്യക്തമല്ല. അത്രത്തോളം ആസൂത്രിതമായി ഒരു പക്ഷേ ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുൻപ് ഇയാൾ ഈ കവർച്ച ആസൂത്രണം ചെയ്തു എന്ന് വേണം കരുതാൻ. കാരണം ആ വീട്ടിൽ ഉണ്ടാക്കിയ ആ അറ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കും. ഈ കവർച്ച സ്വർണം ഇവിടെ ഉണ്ടെന്നും അതുപോലെ പണം ഉണ്ടെന്നും വീട്ടിലുണ്ടെന്നും മനസ്സിലാക്കിയ ഇയാൾ അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തന്റെ കട്ടിലിനടിയിൽ ഇത്തരത്തിലൊരു അറയുണ്ടാക്കുന്നു. അത് പെയിന്റ് ഒക്കെ അടിച്ച് അത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ രീതിയിൽ തന്നെ അയാൾ ഉണ്ടാക്കുന്നു. ആ പണവും സ്വർണവും അതിന്റെ അകത്ത് ആ ലോക്കറിലായിരുന്നു ഇയാൾ ഇത്രയും ദിവസം സൂക്ഷിച്ചത്. ഏതായാലും കുടുംബവുമായി താമസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇയാളെ സംശയിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ വലിയ ഞെട്ടലാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ ലിജീഷ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഇത്രയും വലിയൊരു കവർച്ചയ്ക്ക് പിന്നിൽ ഇയാളാണെന്ന് ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർ സംശയിച്ചതേ ഇല്ലാതെ വേണം പറയാൻ. ഏതായാലും ഇയാൾക്കെതിരെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 1 വർഷം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കീച്ചേരിയിൽ സമാനമായ രീതിയിൽ ഒരു കവർച്ച നടത്തിയിരുന്നു. അന്ന് 11.5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇയാൾ അവിടെ നിന്നും കവർച്ച ചെയ്തത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ പോലീസിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണിത്. കാരണം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതിനൊപ്പം ഈ കവർച്ച ചെയ്ത മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ 1 കോടി രൂപയും ഇപ്പോൾ ഇയാളിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് 1,21 ലക്ഷം രൂപയാണ്. ഇനി മറ്റെവിടെ നിന്നും ഇയാൾ കൂടുതൽ പണം കവർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തതയുണ്ടായി. അതിൽ 1 കോടി രൂപയും 300 പവൻ സ്വർണ്ണാഭരണങ്ങളും കവർച്ച ചെയ്തു എന്നാണ് അഷറഫ് പരാതി നൽകിയിരുന്നത്. 1,21 ലക്ഷം രൂപ ഇയാളിൽ നിന്നും ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആ പണം മുഴുവൻ സ്വർണം മുഴുവൻ പോലീസിന് കണ്ടെടുക്കാനായി പ്രതിയെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടാനായി. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. പോലീസ് ഇപ്പോൾ ലഡു വിതരണം ചെയ്തൊക്കെ അല്പസമയം മുമ്പ് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ സന്തോഷം പങ്കിട്ടു. കൂടുതൽ പ്രദേശവാസികളൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ജില്ലാ പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനമുണ്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. സജിത്ത്.
യെസ്, അതാണ് എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം വേഗത്തിൽ ഇത്ര വലിയൊരു മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന കാര്യം. ബൈജു, ഒരു കാര്യം, ഈ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ആ വീട്ടിൽ നിന്നും പിന്നീട് ഡോഗ് സ്ക്വാഡ് പോയത് സമീപത്തെ റെയിൽവേ ട്രാക്കിലേക്കാണ്, പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെയെങ്കിൽ പ്രതി അന്യസംസ്ഥാനത്തേക്ക് കടന്നിരിക്കുമോ എന്ന സംശയമൊക്കെ ആദ്യഘട്ടത്തിൽ പോലീസിനും ഉണ്ടായിരുന്നു. ഒരുപക്ഷേ പോലീസിനെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി ഈ മോഷ്ടാവ് നടത്തിയെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും ഇത് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ കൃത്യമായി പറഞ്ഞത് നേരത്തെ തന്നെ ഇതിൽ ഈ അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ഒരു ശ്രമം ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് പോലീസിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായതും. കാരണം ഡോഗ് സ്ക്വാഡ് നടത്തിയ ഈ പരിശോധനയിൽ ഈ പോലീസ് നായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ, അതായത് 800 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീടുള്ളത്. ഇയാൾ വീട് 250 മീറ്റർ ദൂരമാണ്, 800 മീറ്റർ ദൂരത്തിലാണ് വളപട്ടണം സ്റ്റേഷനുള്ളത്. അവിടേക്കാണ് ഈ പോലീസ് നായ പോയത്. അങ്ങനെയാണെങ്കിൽ അത് ഇയാൾ കവർച്ച നടത്തിയതിനു ശേഷം ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ചുറ്റി അവിടെ എത്തിയതിനു ശേഷം പിന്നീട് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേർ അഷ്റഫിന്റെ വീട്ടിലും അതുപോലെ തന്നെ ഇയാളുടെ തൊട്ടടുത്തൊരു ഗോഡൌൺ ഉണ്ട്, അരി ഗോഡൌൺ, അവിടെയും ജോലി ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അത് ആ രീതിയിൽ സംശയം പോലീസിനെ മാറ്റാൻ വേണ്ടി ആയിരിക്കാം ഇയാൾ ഇങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ അപ്പോഴും പോലീസ് കൃത്യമായി ഈ ടീഷർട്ട് ധരിച്ച ആളെ കേന്ദ്രീകരിച്ച് ഓരോ CCTV പരിശോധിക്കുകയുണ്ടായി. ടൗണിലെ മറ്റ് സ്ഥലങ്ങളിലൊന്നും CCTV പരിശോധിച്ചതിൽ നിന്നും ഏതെങ്കിലും സംശയം തോന്നുന്ന തരത്തിലുള്ള ആളുകളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമൊക്കെ വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ അന്വേഷണം. അതുകൊണ്ടാണ് 25 അംഗ സംഘത്തെ രൂപീകരിച്ച് പോലീസ് അന്വേഷണം വിപുലമാക്കിയത്. അതോടുകൂടിയാണ് ഈ ടീഷർട്ട് ധരിച്ച് ഒരു ദൃശ്യം, CCTV ദൃശ്യം അഷ്റഫിന്റെ വീടിന്റെ തൊട്ടടുത്ത് നിന്നും ലഭിച്ചു. പിന്നീട് അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും പോലീസ് കണ്ടെത്തുന്നത്. അതോടുകൂടി സംശയം ബലപ്പെടുകയും പിന്നീട് ഇയാളെ നിരീക്ഷണത്തിൽ വെക്കുകയായിരുന്നു. അതോട് ഇന്നലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുകയും ഒടുവിൽ ഇയാൾ കുറ്റം സമ്മതിക്കുന്ന കാര്യമെത്തിയത്. അതായത് അഷ്റഫിന്റെ ഒരു വീട്ടിന്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് മാത്രം അകലുള്ള വീട്ടിൽ താമസിക്കുന്ന ആളാണ് ഈ ലിജീഷ്. അയാൾ ഇത്തരത്തിൽ ഈ വീടുമായി നല്ല ബന്ധമുണ്ട്, ഈ വീട്ടിൽ ഇത്തരത്തിൽ പണമുണ്ട്, അതല്ലെങ്കിൽ സ്വർണ്ണമുണ്ടെന്നൊക്കെ കൃത്യമായി തിരിച്ചറിയുന്ന അയാൾ. മാത്രമല്ല ഇയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരു വെൽഡറാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് ഈ ഗ്രിൽസ് തകർത്ത് ഈ വീടിനകത്ത് കയറാനും അതുപോലെ തന്നെ ഈ ലോക്കർ, അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, അത് പെട്ടെന്നൊന്നും അങ്ങനെ തുറക്കാൻ കഴിയുന്ന ഒരു ലോക്കറല്ല, അത്രത്തോളം സാങ്കേതിക വിദ്യയുള്ള ഒരു ലോക്കറാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ 40 മിനിറ്റ് കൊണ്ട് തന്നെ ഇയാൾ ഈ ലോക്കർ പൊളിച്ച് തകർത്ത് അത് തുറന്ന് അതിൽ നിന്നും ഈ പണവും ഇതൊക്കെ കൈക്കലാക്കി ഇയാൾ പുറത്തേക്ക് പോകുന്നു. അത് മാത്രമല്ല ഇയാൾ സൂക്ഷിച്ച ആ രീതി, ഇത് മോഷണം മുതൽ സൂക്ഷിച്ച രീതി, അത് ഒരു പക്ഷേ ഇയാൾ വളരെ നേരത്തെ തന്നെ ആസൂത്രിതമായി ഇയാൾ ഈ പദ്ധതി ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അറയൊക്കെ ഉണ്ടാക്കി ഇയാൾ അതിന് നേരത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം ആ മോഷണം മുതലൊക്കെ അതിനകത്ത് സൂക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഏതായാലും ആ പണമൊക്കെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഈ ഇത്രയും വലിയ തുക അല്ലെങ്കിൽ ഇത്രയും വലിയ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ വീട്ടിൽ സൂക്ഷിക്കുമെന്നാണ്. പോലീസ് അത് നേരത്തെ വ്യക്തമാക്കിയതാണ്. ആദ്യം പരിഗണന ഈ പ്രതിയെ പിടികൂടുക എന്നത് തന്നെയാണ്. ഏതായാലും അതിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ പണം ഇത്രയും എങ്ങനെയാണ് ഇതിൽ സൂക്ഷിച്ചത്, നിയമപരമായി അത്തരത്തിൽ സൂക്ഷിക്കാനുള്ള പറ്റുമോ എന്ന കാര്യമൊക്കെ പോലീസിന് അന്വേഷിക്കേണ്ടത്. ഏതായാലും ഈ പോലീസ് അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. പോലീസിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അറിയേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന സാഹചര്യം ഒരു വിവരം അനുസരിച്ച് ഇയാൾ നേരത്തെ ഒരു മോഷണ കേസിൽ പ്രതിയാണ്. ഏതെങ്കിലും തരത്തിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റമൊക്കെ ഈ കവർച്ച നടന്നതിന് ശേഷവും. പക്ഷെ അപ്പോഴും മൊബൈൽ ഫോൺ ഇയാളുടെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ തന്നിലേക്ക് എത്താൻ പാടില്ല എന്ന കൃത്യമായ ധാരണയോടുകൂടി ഉള്ള ഒരു നീക്കങ്ങളായിരുന്നു. ആ CCTV ക്യാമറ ഒക്കെ നിറയെ ഉണ്ടായിരുന്ന വീട്, വലിയ തോതിൽ ആൾ സഞ്ചാരമൊക്കെ ഉള്ള ഒരു പ്രദേശം, ആ പ്രദേശത്ത് ഇത്തരത്തിൽ കവർ ചെയ്യുന്നെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. വീടും പരിസരവും കൃത്യമായി അറിയുന്ന ഒരാളായിരിക്കാം ഇത് കവർച്ച നടന്നതെന്ന്. അപ്പോഴും ഇയാൾ വഴിതെറ്റിക്കാനുള്ള ശ്രമം ഉണ്ടായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു. അത്തരത്തിൽ പോലീസ് അപ്പോഴും ഇതര സംസ്ഥാനത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോഴും ഈ വീടിന്റെ പരിസരത്തും കൃത്യമായി പോലീസ് സംഘം അതിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയതും പ്രതിയെ പിടികൂടിയതും. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൂടുതൽ ഏതെങ്കിലും കവർച്ച കേസുകൾ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. അതൊക്കെ
ഇനി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും. മാത്രമല്ല തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്, വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുണ്ട്. അത്തരം നടപടികളിലൊക്കെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാം. ഒരു വലിയ മോഷണം, വലിയ കവർച്ച, ഞെട്ടിയ ഒരു കവർച്ച, കേരളം തന്നെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത വലിയ ഒരു കവർച്ച, അതിലെ പ്രതിയെ പിടികൂടാനായി ഒപ്പം ഇതിന്റെ വസ്തുക്കളൊക്കെ, കവർച്ച ചെയ്ത മുതലുകളൊക്കെ തിരിച്ച് പിടിക്കാനും പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പതിവിൽ നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിൽ ലഡു വിതരണമൊക്കെ നടത്തി അത് വലിയ സന്തോഷം പങ്കിടുന്ന ആ കാഴ്ച. അല്പസമയം മുമ്പാണ് വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ സുമേഷ്, അദ്ദേഹമാണ് അവിടുത്തെ CI, അദ്ദേഹം ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരത്തിൽ സന്തോഷം പങ്കിടുന്ന ഒരു കാഴ്ച കണ്ടത്. എന്തായാലും അല്പസമയത്തിനകം വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കും. സജിത്ത്. യെസ്, എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. കാരണം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന കാര്യം. അയൽപ്പക്കത്ത് തന്നെ ഉണ്ടായത് അയൽവാസി തന്നെയാണ് ഈ കേസിൽ പ്രതിയെന്ന കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നേട്ടം കൂടിയായി മാറുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിലെ സുപ്രധാന നീക്കമാണ്. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്, അന്വേഷണത്തിന്റെ വഴികൾ എന്തായിരുന്നു, ഒപ്പം തന്നെ ഈ അഷ്റഫിന്റെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട തുക പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞു, സ്വർണം പൂർണ്ണമായി കണ്ടെടുത്തു, ഒപ്പം ഈ പ്രതിയുടെ മുൻകാല ഇടപെടലുകളും മുൻകാല മോഷണ ചരിത്രവും, ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് പോലീസ് വിശദീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനുള്ളിൽ പോലീസിന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ബൈജു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്ര സുരക്ഷാ ക്രമീകരണങ്ങളുള്ള, സുരക്ഷാ സംവിധാനങ്ങളുള്ള വീട്ടിൽ നിന്ന് എങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന ചോദ്യമായിരുന്നു. രണ്ടാമതൊരു കാര്യം കൂടിയുള്ളത്, ഇത്ര അധികം തുക, ഇത്ര അധികം സ്വർണം എങ്ങനെ ഈ അഷ്റഫ് വീട്ടിൽ സൂക്ഷിച്ചു? ഇക്കാര്യത്തിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം പോവില്ലേ? കാരണം അതിലൊരു അസ്വാഭാവികത സ്വാഭാവികമായും പോലീസ് കാണുമല്ലോ. കാരണം ഇന്നത്തെ കാലത്ത് ഇത്തരം സ്ഥലങ്ങളിൽ എങ്ങനെ ഈ പണം സൂക്ഷിച്ചു എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. പോലീസിന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ അക്കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരുമായിരിക്കും, അല്ലേ? സൈദ്, തീർച്ചയായും ഇത് സംബന്ധിച്ച് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴും പോലീസ് പറഞ്ഞത് ആദ്യം, അതായത് പ്രഥമ പരിഗണന ഈ പ്രതിയെ പിടികൂടുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് അന്വേഷണം ആ ദിശയിലേക്ക് മാത്രമേ ഇപ്പോൾ ഉണ്ടാകൂ. ഈ പ്രതിയെ പിടികൂടിയതിനു ശേഷം മാത്രമേ മറ്റ് എല്ലാ ഇത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ അന്വേഷണം ഉണ്ടാകൂ. ഏതായാലും വാർത്താ സമ്മേളനത്തിൽ അത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ പോലീസ് എന്ത് പറയുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. അതിന് അപ്പം സജിത്ത് ചോദിച്ചതുപോലെ തന്നെ ഈ പ്രതി കൃത്യമായി ഈ വീടും പരിസരവും മനസ്സിലാക്കി, വീട്ടിൽ പണമുണ്ടെന്നും ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെന്നും അത് ലോക്കർ ഉൾപ്പെടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പ്രതി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം അറിയാൻ. അത് മാത്രമല്ല, ഇത് നേരത്തെ ആസൂത്രണം ചെയ്ത് ഒരു കവർച്ചയാണെന്ന് പറയാൻ കാരണം ഈ പണം സൂക്ഷിക്കാൻ ഇയാൾ നേരത്തെ തന്നെ അതിന് ഇടം കണ്ടെത്തിയെന്നതാണ്. അത് വളരെ ഇത്തരത്തിൽ ആരും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇയാളുടെ വീടിനകത്ത് തന്നെ, ഇയാളുടെ കട്ടിലിനടിയിൽ തന്നെ ഇത്തരത്തിൽ ലോക്കർ ഉണ്ടാക്കി അതിനകത്ത് ഈ സ്വർണം സൂക്ഷിച്ച് അതിന് മുകളിൽ ഇയാൾ പെയിന്റ് ഒക്കെ അടിച്ചത് മനസ്സിലാക്കാത്ത രീതിയിലായിരുന്നു അത്തരത്തിൽ ഒരു അറ ഉണ്ടാക്കിയത്. അത് നമുക്ക് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് കാണാം. അവിടെ CCTV ക്യാമറകൾ ഉണ്ടെന്ന് ഇയാൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ മുഖം ഏതെങ്കിലും തരത്തിൽ ഒരു കാരണവശാൽ തിരിച്ചറിയുന്ന രീതിയിൽ മുഖം മറച്ച രീതിയിൽ കവർച്ച നടത്തിയത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്, പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മുഖം പൂർണ്ണമായി മറച്ച രീതിയിലാണ്. മാത്രമല്ല ഇരുട്ടുള്ള ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൽ ഇയാളുടെ ആകെ പോലീസിന് ലഭിച്ച ഒരു തുമ്പ് അത് വളരെ നിർണായകമാണ്. ആ ടീഷർട്ട് ധരിച്ച അവിടെയുള്ള പ്രദേശത്തെ ആളെ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിൽ, അതായിരുന്നു CCTV ദൃശ്യങ്ങളിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന CCTV ദൃശ്യം. അതായത് കവർച്ചയ്ക്ക് മുൻപ് നടന്ന ഒരുപാട് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അതിൽ നിന്നാണ് ഈ ടീഷർട്ട് ധരിച്ച ഇയാളിലേക്ക് എത്തുന്നതും പിന്നീട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. പോലീസിന് സംശയം ബലപ്പെട്ടു. പിന്നീട് അത് വിരലടയാള വിദഗ്ധരുടെ ആ പരിശോധന, അത് സമീപ പ്രദേശങ്ങളിൽ, അതായത് അയൽവ വീട്ടിലൊക്കെ വിരലടയാളം പോലീസ് ശേഖരിച്ചിരുന്നു. 16 വിരലടയാളമാണ് വീട്ടിൽ നിന്ന് ലഭിച്ചതെങ്കിൽ 26 വിരലടയാളം വീട്ടിന് പുറത്ത് അയൽവാസികളിൽ നിന്നായൊക്കെ ശേഖരിച്ചിരുന്നു. അത് മാച്ച് ആയതോടുകൂടിയാണ് ഇയാൾ പെട്ടെന്ന് തന്നെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇയാൾ ഈ കവർച്ച നടത്തി ഇവിടുന്ന് രക്ഷപ്പെടാനൊന്നും ശ്രമിക്കാതെ കൃത്യമായി പോലീസൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഈ പരിസരത്ത് ഇവിടെ തന്നെ എത്തിയെന്നതാണ് പോലീസ് പറയുന്നത്. അതിൽ കൂടുതൽ ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും ഇയാൾ ഈ ഏതെങ്കിലും സംശയം തോന്നിയില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കവർച്ച നടന്ന് തൊട്ടടുത്ത ദിവസം വീണ്ടും പോലീസിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു വസ്തുത അതാണ്. അതേ വീട്ടിൽ ഇയാൾ വീണ്ടും കയറുന്നു. അതായത് അഷ്റഫിന്റെ യാത്രാ വിവരങ്ങൾ കൃത്യമായി
കൃത്യമായി ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്നു വേണം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. അവിടെ കയറിയതിന് ശേഷം അവിടെ ഏതെങ്കിലും തെളിവുകൾ ഇയാൾ അവശേഷിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. 10 മിനിറ്റ് മാത്രമാണ് ആ ഘട്ടത്തിൽ ഉണ്ടായെന്നാണ് CCTV രേഖകളിൽ നിന്നും പോലീസിന് മനസ്സിലായത്. അതിനുശേഷം അയാൾ തിരിച്ചു വന്നു. അപ്പോഴും ഇയാളുടെ മുഖം വ്യക്തമല്ല. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ മുഖം മനസ്സിലാക്കാത്ത രീതിയിലായിരുന്നു ഇയാൾ വീടിനകത്ത് കയറിയിരുന്നതും. അതിനുശേഷം ഇയാൾ വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലൊന്നും വീഴാതെ പോലീസ് കൃത്യമായി കൂടുതൽ സംഘങ്ങളെ രൂപീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ഈ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്, പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. ഒരു പക്ഷേ പ്രതിയെ ഇന്ന് അല്ലെങ്കിൽ ഉടൻ പിടികൂടിയില്ലെങ്കിൽ വലിയ തോതിലുള്ള വിമർശനം പോലീസിന് നേരിടേണ്ടി വരുമായിരുന്നു. 11 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിലൊരു കവർച്ച നടന്നിട്ട് പ്രതിയെ പിടികൂടാനായിട്ടില്ലെങ്കിൽ അത് പോലീസ് സേനയെ തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറുമായിരുന്നു. അത് ഏതായാലും പോലീസ് മറികടന്നു. പോലീസ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ആ മോഷണ വസ്തുക്കളെല്ലാം കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇയാൾക്ക് സഹായിയായി ആരെങ്കിലും ഉണ്ടോ, അതല്ല ഇത് ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണോ. പോലീസ് നിലവിൽ പറയുന്നത് ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതെന്നാണ്. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇയാൾക്ക് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ, വീട്ടിനകത്ത് നിന്ന് തന്നെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതല്ല പരിസര പ്രദേശങ്ങളിലെ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതറിയാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ മറ്റെവിടെയെങ്കിലും വലിയ തോതിലുള്ള കവർച്ചകൾ പദ്ധതിയിട്ടിട്ടുണ്ടോ, ഉണ്ടായിരുന്നോ, കണ്ണൂർ കൂടാതെ മറ്റ് ജില്ലകളിൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ എവിടെയെങ്കിലും കവർച്ച ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നോ, നേരത്തെ കീച്ചേരിയിൽ ഒഴികെ മറ്റെവിടെയെങ്കിലും ഇയാൾ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും വാർത്താ സമ്മേളനത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് വിശദീകരണം ലഭിക്കുക. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി തന്നെ അത് കാര്യം വ്യക്തമാക്കൂ. ഏതായാലും പ്രതി ഇപ്പോൾ വളപട്ടണം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യൽ ഏകദേശം പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കൂടുതൽ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തതിനപ്പുറം പുതിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് വാർത്താ സമ്മേളനത്തിൽ പോലീസ് വ്യക്തമാക്കൂ. നിലവിൽ നമ്മൾക്കിപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് ഏകദേശം പോലീസ് നമുക്ക് നേരിട്ട് നൽകിയ വിവരങ്ങളാണ്. ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കും. അതാണ് ഇനി ഏറ്റവും കൂടുതലായി അറിയേണ്ടത്. എന്നാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലാണ് ഈ പ്രതി ലിജീഷ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം ഒരു തരത്തിലും സംശയിക്കാത്ത ഒരു അയൽവാസി ഇത്രയും വലിയൊരു കവർച്ച, നിസാര കവർച്ചയല്ല, 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും ഇയാൾ ഇത്രയും ദിവസം, അതായത് 10 ദിവസത്തോളം ഇയാളുടെ വീടിന്റെ കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇത്രയും പണം. ഏതായാലും 1,21,00,000 രൂപ ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. 1 കോടി എന്നാണ് പരാതിയിൽ അഷ്റഫ് ഉന്നയിച്ചതെങ്കിൽ 1,21,00,000 രൂപ. അത് ഇനി കൂടുതൽ മറ്റെവിടെയെങ്കിലും നിന്നും കവർച്ച നടത്തിയാണോ, അതല്ല അഷ്റഫിന്റെ വീട്ടിൽ തന്നെ ഈ 1,21,00,000 രൂപ ഉണ്ടായിരുന്നോ? ഇനി ഇത്തരത്തിലുള്ള അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല, ഇനി അന്വേഷണം തുടരുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇത്രയും നിയമപരമായി ഇത്രയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പണവും എങ്ങനെ സൂക്ഷിച്ചു എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ചില ദുരൂഹതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നും നീക്കം ഉണ്ടാവും. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ തലവേദന ഒഴിഞ്ഞു കിട്ടി, അവർക്ക് പ്രതിയെ പിടികൂടാനായി എന്നത് തന്നെ ഏറ്റവും പ്രധാനം. അതിനാണ് പോലീസ് ഏറ്റവും പ്രഥമ പരിഗണന നൽകിയതും. എന്തായാലും പോലീസ് അല്പസമയത്തിനകം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തത വരുത്തും.